റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പഞ്ഞിമുട്ടായി മെഷീനാണ്. അപ്പോൾ പഞ്ഞിമുട്ടായി മെഷീൻ്റെ ഇത് കാർബൺ ബ്രഷാണ്. കാർബൺ ബ്രഷിൻ്റെ ഹോൾഡറാണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടറിൻ്റെ ബയറിങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റൊക്കെ കുറച്ചൊന്നും നീളം കൂട്ടാനുണ്ട്. നമുക്ക് നീളം കൂട്ടിയതിന് ശേഷം ഒന്ന് തിരിച്ചു നോക്കുക. നല്ല ഫ്രീ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫിക്സ് ചെയ്യുക. നല്ല സൗണ്ട് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇതിൻ്റെ കോയിലാണ്, ഹീറ്റർ കോയിലാണ്. ഇത് ആ കോയിലുള്ള സപ്ലൈ കൊടുക്കുന്ന കോമ്പറ്റേറ്ററും ബാക്കി സാധനങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മോട്ടർ ഫിക്സ് ചെയ്യാം. മോട്ടർ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. 4 ബോൾട്ടും കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കാൻ. എന്നിട്ടൊന്ന് തിരിച്ച് നോക്കണം നമ്മൾ വല്ല ഷാഫ്റ്റ് ടൈറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ കോമ്പറ്റേറ്ററാണ്. ഇതിൽ നിന്നാണ് ഹീറ്ററിലേക്ക് സപ്ലൈ പോകുന്നത്. ഈ കോമ്പറ്റേറ്റർ നമ്മൾ ലൈറ്റ് കൊടുത്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റും വന്നിട്ട് നമ്മൾ ഇത് പൊട്ടിയിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. അത് അലുമിനിയം വെൽഡിങ് ആണ് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവിടെയും ചെയ്യില്ല അലുമിനിയം വെൽഡിങ് ചെയ്തപ്പോൾ അതിൽ വരുന്ന ആ പൊന്തി നിൽക്കുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റർ കട്ട് ചെയ്യേണ്ടി വന്നു. അത് ലൈറ്റുകാർ പറഞ്ഞു കൊടുത്തതിന് വിപരീതമായിട്ട് അത് തിരിച്ചിട്ടാണ് അത് ചെയ്തത്. നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ അത് കറക്റ്റ് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈത്തിൽ കൊടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ അവർ ബാക്ക് സൈഡിലാണ് അവർ കട്ട് ചെയ്ത് തന്നെ. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ബ്രഷ് ഹോൾഡറിൻ്റെ കറക്റ്റ് ലെവല് നമുക്ക് അത് കിട്ടുകയുള്ളൂ. ആ ബ്രഷ് വന്നിട്ട് അതിൽ തട്ടണം. അതിന് കുറച്ച് നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം, ഈ കോമ്പറ്റേറ്റർ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ലെവലിലേക്ക് നമുക്ക് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു SS-ൻ്റെ വാഷറാണ്, ഒരു 4-5 വാഷർ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ടച്ചായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലിഫ്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എന്നിട്ട് SS-ൻ്റെ ബോൾട്ടാണ് അത് നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് നോക്കുക. അൺബാലൻസിങ് ആവാതിരിക്കണം ഈ മോട്ടർ തിരിഞ്ഞ് നോക്കുമ്പോൾ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് ഈ കോയിൽ അതിൻ്റെ പുറത്ത് വെച്ച് നമുക്കത് ഫിക്സ് ചെയ്യണം. ഈ കോയിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എവിടെയും ആ വയർ എവിടെയും ടച്ചായി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് ടച്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അത് ടെസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ആ കോമ്പറ്റേറ്ററിൻ്റെ സപ്ലൈ കൊടുത്തതിന് ശേഷം ബോഡി ആയിട്ട് ആ കോമ്പറ്റേറ്റർ എവിടെയെങ്കിലും ടച്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് പവർ കൊടുക്കാൻ പാടുള്ളൂ അതിലേക്ക്. അപ്പോൾ ടച്ചൊന്നും ഇല്ല എന്നുള്ള കൺഫേം ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുൾ സെറ്റ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഷുഗർ കാൻഡി ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ ഷുഗർ കാൻഡി വരുന്നുണ്ട്. ഷുഗർ ഇട്ട് മോട്ടറും ഹീറ്ററും ഒന്നിച്ചിടണം. ആ മോട്ടറും ഹീറ്ററും ഒന്നിച്ചിടുമ്പോൾ ആ ഷുഗർ ഉരുകി മോട്ടറിൻ്റെ സ്പീഡിൽ പുറത്തേക്ക് വരുന്നതാണ് പഞ്ഞിമുട്ടായി ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആലിയ ടെക്.